നമുക്ക് ചെറുപയർ കൊണ്ടൊരു കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിത് ചെറുപയർ നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. അതിനായിട്ട് നമ്മൾ തേങ്ങ, മഞ്ഞൾപ്പൊടി, 5-6 കാന്താരി മുളക്, ജീരകം ഇത്രയും അരച്ചുകൊണ്ട് വരാം. ആവശ്യമായ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില. തേങ്ങയും ജീരകവും കാന്താരി മുളകും കൂടെ അരച്ചു കൊണ്ടുവന്നു. ഇത് നമുക്കിനി ചെറുപയറിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. ഇത് അരപ്പ് നന്നായിട്ടൊന്ന് വേകണം. ഇതിനകത്ത് കിടന്ന് തന്നെ വേകണം. ചെറുപയറിൻ്റെ കൂടെ കിടന്ന് തന്നെ ഒന്ന് വെന്ത് കഴിഞ്ഞ് കടുക് വറുത്തിടാം. മെയിൻ സാധനം നമ്മൾ മറന്നുപോയായിരുന്നു, ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചീനച്ചട്ടി ചൂടായി. ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് വറക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി. ഇനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങി. ഇനി വറ്റൽമുളക്, കറിവേപ്പില, ഉള്ളി. നമ്മൾ കടുക് കാച്ചി ഒഴിച്ചു. നല്ല കുറുകിയ ചെറുപയർ കറി റെഡി. ഒരുപാട് ഗ്രേവി ഒന്നുമില്ല, നല്ല കുറുകിയിരിക്കുന്ന ചെറുപയർ കറി റെഡി. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.